ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിനാൻസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോസാപ്പിൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കിടിലൻ ജ്യൂസസ് ആണ്. റോസാപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ചാമ്പ. ഈ ഒരു റോസാപ്പിൾ ഉപയോഗിച്ച് നമുക്ക് രണ്ട് അടിപൊളി ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ റോസാപ്പിളിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ റോസാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അച്ചാറിടാനും അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഞാനിത് അച്ചാറിടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. അപ്പം നമ്മുടെ ആപ്പിൾ ചാമ്പ കംപ്ലീറ്റ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ആപ്പിൾ ചാമ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചീനമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 8 ആപ്പിൾ ചാമ്പയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 4 ചീനമുളകും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസിൽ ഇങ്ങനെ ഒരുപാട് തരി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലോട്ട് നമുക്കൊരു ചെറുനാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസാപ്പിൾ കാന്താരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ഗ്ലാസ് ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡ്രിങ്ക് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ജാറിലോട്ട് കുറച്ച് ചാമ്പക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഏകദേശം ഒരു 8 ചാമ്പക്കയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പാൽപ്പൊടി വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. പാലുള്ളവർക്ക് പാൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം ജ്യൂസ്. പാൽപ്പൊടി ചേർത്ത് അടിക്കുന്ന സമയത്ത് നമ്മൾ ആപ്പിളൊക്കെ ജ്യൂസ് അടിച്ച സെയിം ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ 2 അടിപൊളി ജ്യൂസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.